പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ അനേക പരിശോധനകൾ കടന്നു വരുന്നത് ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെങ്കിൽ നമുക്കത് സഹിക്കാനും മാത്രം അത്ര ഈസി ഒന്നുമല്ല കേട്ടോ. പക്ഷെങ്കിൽ ആ സ്ട്രഗിള് കട്ടി കൂടി വരുമ്പോൾ നാം അങ്ങ് ടയേർഡാകും, നാം അങ്ങ് മടുക്കും, നമ്മുടെ മനസ്സങ്ങ് ഇടിയും. ശരിയല്ലേ ഞാൻ പറയുന്നത്? പക്ഷെങ്കിൽ ഓർത്തോണം, യേശു കർത്താവ് ഒരിക്കലും നമ്മളെ നമ്മുടെ ട്രയൽസ് നാം തന്നെ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് നമ്മെ വിട്ടുകൊടുക്കത്തില്ല. തിരുവചനത്തിൽ അനേക ആത്മീയ സത്യങ്ങളുള്ളത് നാം അൺപാക്ക് ചെയ്തെടുത്ത് ഒരു റെസ്റ്റും അതോടൊപ്പം കർത്താവ് നമുക്ക് തരുന്ന ആ ഒരു പുതുക്കവും ഏറ്റെടുത്ത് നമ്മളുടെ ക്ഷീണത്തെ നമ്മൾ ഓവർകം ചെയ്യാനും സന്തോഷത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകളൊക്കെ സഹിപ്പാനും നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 4:15, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവുമായിട്ട് നാം നമ്മെ ഒന്ന് ബന്ധപ്പെടുത്തണം. നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ കർത്താവുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്തേ. പലപ്പോഴും ഫ്രസ്ട്രേഷൻസ് വരുമ്പോൾ, ജീവിതത്തിലെ ചില കഷ്ടനഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഐ ആം ടയേർഡ്, ഐ കാൺ ഡൂ ദിസ് എനിമോർ. ഞാൻ ക്ഷീണിച്ചു, എനിക്കിനി ഇത് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടില്ലേ ദൈവമക്കളെ? എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെയൊക്കെ ചില സാഹചര്യങ്ങളിനകത്ത് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. നമ്മൾ സംഗതികളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തക്കവണ്ണം റിപ്പീറ്റഡായിട്ട് എന്തൊക്കെ പരിശ്രമങ്ങൾ ചെയ്താലും വലിയ വ്യത്യാസങ്ങൾ വരികയുമില്ല. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മളെല്ലാം നിരാശരായിട്ട് തീരും. ട്രൈ ചെയ്ത് ശ്രമിച്ച് നമ്മളെല്ലാം വോൺ ഔട്ടാകും. അങ്ങനെ വരുമ്പോൾ ഡൗൺ റൈറ്റ് നമ്മൾ തളർന്നിരിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയം യേശു കർത്താവിന് വേണ്ടി ഒന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ, യേശു കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഹെവിനെസ്, ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന എൻ്റെ ചില സംഗതികളിലെ ആ പ്രഷർ, അതിൽ നിന്നൊക്കെ എന്നെ ഒന്ന് റിലീവ് ചെയ്യണമെന്ന് നിനക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ചിലപ്പോൾ കുടുംബജീവിതത്തിലെ ചില ട്രബിൾസൊക്കെ വന്നെന്നിരിക്കും. അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധത്തിലൊക്കെ. ചിലപ്പോൾ മർക്കടമുഷ്ടിയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടായിരിക്കും നാം ഭാരപ്പെടുന്നത്. ചിലപ്പോൾ ഹെൽത്ത് ക്രൈസിസ് ആയിരിക്കും, ആരോഗ്യ വിഷയം. ചിലപ്പോൾ ദൈവമക്കളെ സാമ്പത്തിക വിഷയമായിരിക്കും. ചിലപ്പോൾ ചില കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ നാം ചെന്ന് പെട്ട് കഴിയുമ്പോൾ നാം അങ്ങ് എക്സോസ്റ്റഡ് ആകും അല്ലേ? അതിനെ ചേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ എന്തൊക്കെ പരിശ്രമിച്ചാലും ഒരു ചേഞ്ചും കൊണ്ടുവരുവാൻ കഴിയാതെ നാം വട്ടം കറങ്ങുന്ന അനുഭവത്തിലേക്ക് ആയിപ്പോവും. പ്രൈസ് ഗോഡ്. എന്നാൽ നിൻ്റെ തളർന്ന ആ മനസ്സിനൊരു റെസ്റ്റ് വേണ്ടേ? നീ അനുഭവിക്കുന്ന എല്ലാ പ്രഷറിൽ നിന്നും ഒരു റിലീഫ് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ് അല്ലേ?
അവൻ്റെ ഒരു ഇൻവിറ്റേഷനാണ് അത്, അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ. എന്നിട്ട് പറയുക, നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് അവൻ്റെ മുഖം തരും. പ്രൈസ് ഗോഡ്. ഒരു തളർന്ന് ക്ഷീണിച്ച മനസ്സിനുള്ളൊരു ആൻറ്റിഡോട്ട് നമുക്ക് അവൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയം നമുക്കറിയാം, ഈ യോക്കെന്ന് പറഞ്ഞാൽ, ദുഃഖമെന്ന് പറഞ്ഞാൽ 2 കാളകളെ ഒരുമിച്ച് നിർത്തിയിട്ട് ഈ യോക്ക് അതിൻ്റെ തോളിന്മേൽ വെച്ച്, കഴുത്തിന്മേൽ വെച്ച് കെട്ടിയിട്ട് ഒത്തിരി ലോഡ് ക്യാരി ചെയ്യാൻ തക്കവണ്ണം ആ ആനിമൽസിനെ ഉപയോഗിക്കും. അല്ലെങ്കിൽ ആ ഫീൽഡ് ഉഴുതുവാൻ, പ്ലൗ ചെയ്യുവാൻ ഈ ആനിമൽസിനെ യൂസ് ചെയ്യും. അത് ഒരു ട്രെയിനിങ് ഇൻസ്ട്രുമെൻറ്റാണ് ഈ യോക്ക്. അത് വെച്ച് കൊടുത്താൽ യങ്ങായിട്ടുള്ള പക്വതയുള്ള ആനിമൽസൊക്കെ ഈ യോക്ക് അതിൻ്റെ കഴുത്തിന്മേൽ വെച്ചിട്ട് ആ ജോലിയുടെ ബേർഡൻ വഹിക്കും. കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആനിമൽസുമായിട്ട് ചേർന്ന്. അപ്പം ഒരു വീക്കായിട്ടുള്ള ആളുടെ റെസ്പോൺസിബിലിറ്റി അതിന് താങ്ങാൻ വരുന്നതിലും അപ്പുറമായി തീരാതെ വണ്ണം അതിനെ ഷെയർ ചെയ്യുന്നത് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആനിമലുമായിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ യേശു കർത്താവിൻ്റെ മുഖം നമ്മെ സഹായിക്കും. യേശു കർത്താവിൻ്റെ മുഖം നമ്മളെ സഹായിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മളുടെ സാഹചര്യത്തെ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ഒട്ടും ഭാരമില്ലാതെ വണ്ണം മാനേജ് ചെയ്ത് നമ്മുടെ കയ്യിൽ അവനാക്കി തരും. നമ്മുടെ കർത്താവ് ശക്തിയുള്ളവനല്ലേ, നമ്മുടെ കർത്താവ് ബലമുള്ളവനല്ലേ. അവൻ നമ്മുടെ ലോഡിനെ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുമ്പം നമുക്കതെല്ലാം സഹിപ്പാനായിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പം നമ്മൾ യേശുവിൻ്റെ ആ യോക്കുമായിട്ട് കണക്റ്റഡ് ആകണം. ഞാനിങ്ങനെ പറയാം, യോക്ക് അപ്പ് വിത്ത് ജീസസ്. വെൻ വി കണക്ട് വിത്ത് ജീസസ്, എങ്ങനെയാ? പ്രാർത്ഥനയിലൂടെയും അവൻ്റെ വചനത്തിലൂടെ. അപ്പോൾ നമുക്ക് അവൻ്റെ ഗൈഡൻസും അവൻ്റെ ജ്ഞാനവും നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കിട്ടിയിരിക്കും. അവൻ ദയുള്ളവനാ, കനിവുള്ളവനാ, നമ്മളെ മനസ്സിലാക്കുന്നവനാ. ആ കൈൻഡ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാം വെച്ച് അവൻ നമ്മെ പഠിപ്പിക്കും. തന്നെയുമല്ല, ക്ഷീണിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാക്കൾ എത്രമാത്രം സെൻസിറ്റീവാണെന്ന് നമ്മുടെ യേശു കർത്താവിനറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ തീർച്ചയായിട്ടും നമ്മളോട് സഹതാപം കാണിക്കും. ലോകത്തിലാരും കുഞ്ഞിനോട് സഹതാപം കാണിച്ചില്ലെങ്കിലും ദൈവം നമ്മോട് സഹതാപം കാണിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. നമ്മുടെ എല്ലാ ട്രയൽസിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കും. പക്ഷേ നമ്മളുടെ ക്ഷീണത്തെ അവൻ എടുത്തിട്ട് അവൻ്റെ റെസ്റ്റിനെ അവൻ നമുക്ക് തരും. പ്രൈസ് ഗോഡ്. പക്ഷേ നമ്മൾ അവൻ്റെ അടുക്കൽ വരണം, അവൻ്റെ യോഗ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് നാം അവനിൽ നിന്ന് പഠിക്കുവാൻ തക്കോണം ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് കുഞ്ഞെ, നീ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുവാണോ? യേശു കർത്താവിൻ്റെ ആ യോക്ക് ഒരു എക്സ്ചേഞ്ചിന് നിനക്കൊന്ന് തയ്യാറാകുമോ? അവൻ്റെ ഇൻവിറ്റേഷൻ നിനക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഏത് സിറ്റുവേഷൻസിൽ നിന്ന് കുഞ്ഞെ നീ പുറത്തു വരേണ്ടതെന്ന് നീ ആഗ്രഹിക്കുന്നത്? കർത്താവിലേക്ക് വരുവാൻ എന്താ നിന്നെ തടയുന്നത്? അവനുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? കർത്താവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഞാൻ എൻ്റെ ക്ഷീണത്തിൻ്റെ അങ്ങേ അറ്റമെത്തിയിരിക്കുക. ഞാൻ വോൺ ഡൗൺ ആയി കർത്താവേ, ഞാൻ ബേൺഡ് ഔട്ടായി കർത്താവേ. ഈ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ
കർത്താവ് റെസ്റ്റ് തരാതെ വണ്ണം എന്നെ അലട്ടുന്ന യേശുപ്പച്ച. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ഇൻവിറ്റേഷൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് യേശു കർത്താവിൻ്റെ മുഖമെടുത്തുകൊണ്ട് അവനെ അനുഗമിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സിറ്റുവേഷൻസിനെ എങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ഷീണിച്ച ആത്മാവിന് റെസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുവാൻ്റെ കൊണ്ടം നീ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.